ആഹാ, പ്രഭാതം പൊട്ടി വിടരുന്നു. കിളികളുടെ കളകലാവം കേൾക്കാൻ തന്നെ എന്തു രസം. ഈ വീട്ടിൽ ഉറക്കം എഴുന്നേൽക്കുന്ന അവസാനത്തെ ദിവസമായിരിക്കണം എന്ന്. ഞെട്ടരുത്, മരിക്കാൻ പോവുകയൊന്നുമല്ല. ഇന്ന് എൻ്റെ കല്യാണമാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഞാൻ ഈ കിളികളുടെ ആരവം ഒന്നും കേൾക്കാറില്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, രാവിലെ 3:30 എഴുന്നേൽക്കി വരാറുണ്ട്. അമ്മു, എഴുന്നേറ്റില്ലേ നീ? അമ്മയുടെ വിളി വന്നു. കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ചിന്നുവിൻ്റെ കൈയെടുത്തു മാറ്റി ഞാൻ എഴുന്നേറ്റു. ആ അമ്മേ, ദേ വരുന്നു. അമ്മു എന്ന് വിളിക്കുന്ന നിവേദ്യ നാരായണൻ, അതാണ് ഞാൻ. അച്ഛൻ നാരായണൻ, അമ്മ ലീല, അനിയൻ നിവിൻ എന്ന അപ്പു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അനിയത്തി നിരഞ്ജന എന്ന ചിന്നു, ഈ കൊല്ലം 10ലേക്കാണ്. അച്ഛൻ നാട്ടിലെ പേരുകേട്ട തറവാടിയാണ്, പുത്തേടത്ത് നാരായണ മേനോൻ. ഇപ്പോൾ ജമ്പവൻ്റെ കാലത്ത് ഈ തറവാട് മാത്രം ആണ് സമ്പാദ്യം. അറിയാത്ത ബിസിനസ്സൊക്കെ ചെയ്ത് കയ്യിൽ ഉണ്ടായിരുന്ന പുരയിടവും പണവും ഒക്കെ തീർന്നതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊരു 6ലും 7ലുമൊക്കെ പഠിക്കുന്ന കാലം മുതൽ ഉമ്മറത്ത് ഒരു ചാരു കസാല ഇരുന്നു ആലോചന ആണ് മൂപ്പരുടെ പണി. ജോലിക്ക് പോകുന്നത് തറവാടിൻ്റെ അഭിമാനത്തിനും അഭിജാത്യത്തിനും ചേരാത്ത കാര്യമായിരുന്നതുകൊണ്ട് അമ്മാതിരി പരിപാടിക്കൊന്നും ആളെ കിട്ടില്ല. അമ്മ നന്നായി തേക്കും. ആ പണവും അമ്മയുടെ വീട്ടുകാരുടെ സഹായമൊക്കെ കൊണ്ടാണ് അതുവരെ ജീവിച്ചത്. ഞാൻ 8ാം ക്ലാസ്സിൽ ആയപ്പോൾ മുതൽ അമ്മയുടെ തൈ ഏറ്റെടുത്തു തുടങ്ങി. ഇപ്പോൾ അമ്മ അടുത്തൊരു ഫ്ലാറ്റിൽ 10-15 വീടുകളിൽ പണിക്ക് പോകുന്നുണ്ട്. ഭാര്യയെ ജോലിക്ക് വിടുന്നത് അഭിജാത്യത്തിന് പോരായ്ക അല്ലേന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ചിരിച്ചു. BSc സുവോളജി പഠിച്ച് ഒരു ടീച്ചർ ആകണം എന്നതായിരുന്നു ഒരു കാലത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. 10ലും പ്ലസ് ടുവിലും 90% മാർക്കുണ്ടായിരുന്നു. അഡ്മിഷനും കിട്ടിയതാണ്. പക്ഷേ ഹോസ്റ്റൽ ഫീസും ചിലവും എല്ലാം കൂടി നടത്തിക്കൊണ്ടു പോകാൻ അഭിജാത്യത്തിൻ്റെ കയ്യിൽ പൈസയില്ല. അമ്മ ആണെങ്കിൽ റബ്ബർ ബാൻഡ് പോലെ വലിയുന്ന വീട്ടുചെലവിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടമാണ്. അതോടെ ഞാൻ ആ മോഹം വിട്ട് BComന് ചേർന്നു. പ്ലസ് 2 സയൻസ് പഠിച്ചു ഞാൻ BComന് പോയത് എല്ലാവർക്കും കളിയാക്കാൻ ഉള്ള ഒരു വകയായി. കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതാണ് ഞാൻ അവർക്ക് മറുപടി കൊടുത്തത്. MBAക്ക് ചേരാനായിരുന്നു അപ്പോഴത്തെ ആഗ്രഹം. എൻട്രൻസും കിട്ടി. അപ്പോഴേക്കും അപ്പു എഞ്ചിനീയറിംഗ് എൻട്രൻസും എഴുതി ഗവൺമെൻറ് സീറ്റും വാങ്ങി വന്നു നിന്നിരുന്നു. പഠിക്കാൻ വിട്ടില്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു കളഞ്ഞു. രണ്ടാളെയും പഠിപ്പിക്കാൻ അമ്മയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അഭിജാത്യത്തിൻ്റെ കയ്യിൽ പിന്നെ ഒന്നും കാണില്ലല്ലോ. അതുകൊണ്ട് ഒരു വർഷത്തേക്ക് പഠനത്തിന് അവധി നൽകി ഞാൻ ജോലിക്ക് ശ്രമിച്ചു. തട്ടിമുട്ടിയിലെ അർജുനേട്ടൻ്റെ അമ്മ മായാവതി അമ്മയെപ്പോലെ ഒരു അച്ചമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യേട്ടനെ പോലെ ഒരു ചെക്കനെയും കെട്ടി സുഖമായി ജീവിക്കാമായിരുന്നു. ഇതിപ്പോൾ ഉള്ള അച്ചമ്മ കാശുള്ള അളിയച്ഛൻ്റെ കൂടെയാണ് താമസം. അപ്പോൾ ആ വഴിയും നടക്കില്ല. അത്യാവശ്യം തയ്യൽ അപ്പോഴും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ കുറേ ഷോപ്പുകളിലേക്ക് വെള്ളപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി തുടങ്ങി. അതിനാണ് വെളുപ്പിന് 3:30 മണിക്ക് എഴുന്നേൽക്കുന്നത്. ഇതുകൊണ്ടൊന്നും ആവശ്യത്തിന് പണം കിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ 1-2 ജോലിക്കും അപേക്ഷിച്ചു. അങ്ങനെ ചെന്നപ്പെട്ടത് ഒരു സിംഹത്തിൻ്റെ മടയിലാണ്. ഉസ്താദ് മഠത്തിൽ ദേവനാരായണൻ ഖാൻ. ഇൻ്റർവ്യൂവിലെ എൻ്റെ പെർഫോമൻസ് വല്ലാതെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. ഓഫീസിലല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, മകൻ്റെ ഭാര്യ എന്ന പോസ്റ്റിലേക്ക്. മഠത്തിലെ ആലോചന വന്നപ്പോൾ അഭിജാത്യത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലിയ ബന്ധമാണല്ലോ ഇത്. അമ്മക്ക് പക്ഷേ ആദിയായിരുന്നു. വീട്ടുജോലിക്ക് പോലും അത്ര വലിയ കുടുംബക്കാർ നമ്മളെ എടുക്കില്ല. അവിടേക്കാണ് വിവാഹം കഴിപ്പിക്കാൻ ചോദിക്കുന്നത്. അപ്പുവിൻ്റെയും ചിന്നുവിൻ്റെയും പഠനം അവർ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതോടെ അമ്മയും ഫ്ലാറ്റ്. ഇത്രയും ക്യാഷ് മുടക്കി എന്നെ അവരുടെ മകന് കെട്ടിച്ചു കൊടുക്കണം എങ്കിൽ 2 സാധ്യത ആണുള്ളത്. ഒന്ന് നാട്ടുനടപ്പ് പോലെ തല്ലുകൊള്ളിയോ പെണ്ണ് പിടിയനും മദ്യപനും ആയ മകനെ നന്നാക്കാനുള്ള അച്ഛനമ്മമാരുടെ അവസാനത്തെ അടവ്. അല്ലെങ്കിൽ എന്നെ രഹസ്യമായി പ്രണയിക്കുന്ന കാമുകനായിരിക്കണം അവരുടെ മകൻ. 2 ആയാലും ഇന്നറിയാം. ഇതിലെ മറ്റൊരു കോമഡി, ഞാൻ ഇന്നുവരെ ചെക്കനെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. എന്തിന്, ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. പെണ്ണു കാണലിനും അയാൾ വന്നില്ല. നിശ്ചയം ഉണ്ടായിരുന്നുമില്ല. അഭിജാത്യത്തിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഇനിയെന്നും കാണാമല്ലോ എന്നും പറഞ്ഞു കളഞ്ഞു മൂപ്പര്. ഉണ്ണിക്കണ്ണനെ മനസ്സിൽ വിചാരിച്ചു എഴുന്നേറ്റു. കുളിച്ചൊരു സെറ്റും മുണ്ടും എടുത്തു ചിന്നുവിനെ കൂട്ടി അമ്പലത്തിൽ പോയി വന്നു. കിട്ടുന്നത് സന്തോഷമായാലും സങ്കടം ആയാലും സഹിക്കാനുള്ള ശക്തി തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. സാരിയും ആഭരണങ്ങളും ഇന്നലെ തന്നെ മഠത്തിൽ നിന്ന് കൊടുത്തയച്ചിരുന്നു. ബ്യൂട്ടീഷ്യനും വന്നു. ഒരുങ്ങിയിറങ്ങിയപ്പോൾ ഇത് ഞാൻ തന്നെയാണെന്ന് തോന്നിപ്പോയി. മെറൂൺ പട്ട് സാരിയും 100 പവനോളം ആഭരണങ്ങളും. പലരും എന്നെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടു. വലം വെച്ചു സദസ്സിനെ വണങ്ങി മണ്ഡപത്തിൽ കയറിയിരുന്നു. പൊളിക്കണ്ണിട്ട് ചക്കനെ ഒന്ന് നോക്കി. വേണ്ടായിരുന്നില്ല എന്ന് ആ നിമിഷത്തിൽ തന്നെ തോന്നി. ജൂനിയർ NTR ലുക്ക്, കിടിലൻ ഒരു മനുഷ്യൻ. സ്വന്തം കല്യാണമായിട്ട് അയാൾക്ക് ആ താടിയും മുടിയും ഒന്ന് വെട്ടിക്കൂടായോ? ആ, എന്തെങ്കിലും ആകട്ടെ.
ചെറുക്കൻ്റെ പേര് അറിയില്ലെങ്കിലും ഇനി കുഴപ്പമില്ല, NTR എന്ന് വിളിക്കാമല്ലോ. സത്യത്തിൽ അയാളും ഞാനും കൂടി നിൽക്കുന്നത് കണ്ടാൽ പിഷാരിയും നിർമ്മജനം നിൽക്കുന്നത് പോലെയുണ്ട്. മുഹൂർത്തമായി എന്ന് ആരോ പറയുന്നത് കേട്ടു. പിന്നെ താലികെട്ടായി നാദസ്വരമായി ആകെ ബഹളവും. താലി കെട്ടുമ്പോഴോ, പുടവ തരുമ്പോഴോ, മാല ഇടുമ്പോഴോ, അച്ഛൻ കൈപിടിച്ച് തന്നപ്പോഴോ, ഫോട്ടോ എടുക്കുമ്പോഴോ, സദ്യ കഴിക്കുമ്പോഴോ, ഒരിക്കൽ പോലും അബദ്ധത്തിൽ പോലും NTRൻ്റെ ഒരു നോട്ടം എൻ്റെ മേലെ വീണില്ല. കൈപിടിച്ചു കൊടുത്തപ്പോൾ അഭിജാദ്യം കണ്ണു നിറക്കുന്നത് കണ്ടു. പാവം, കളിയാക്കുമെങ്കിലും ഞാനായിരുന്നു അതിന് വീട്ടിൽ ഉള്ള ഏക ആശ്വാസം. ഞാനൊരു തോറ്റുപോയൊരു അച്ഛനാണ് മോളെ. ഇന്നലെ രാത്രി എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞത് ഓർമ്മ വന്നു. ഇറങ്ങുവാറായി. ആരോ പറയുന്നത് കേട്ടു. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. തറവാടിൻ്റെ അഭിജാത്യത്തിന് ചേരുന്ന വീട്ടിലേക്ക് തന്നെയാട്ടോ ഞാൻ പോകുന്നേ. അച്ഛനെ കെട്ടിപ്പിടിച്ചു ഞാൻ പറഞ്ഞു. ആ കണ്ണുകൾ ഒന്നുകൂടെ കലങ്ങുന്നത് കണ്ടപ്പോഴാണ് കോമഡിയാണ് പറഞ്ഞതെങ്കിലും ട്രാജഡി ആയി എന്ന് മനസ്സിലായത്. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും ഇങ്ങനെയൊരാൾ ഇവിടെയുള്ള ഭാവം ഇല്ല NTRന്. അവരുടെ വീടിനെ വീടെന്ന് വിളിച്ച് അപമാനിക്കാൻ പറ്റില്ല. കൊട്ടാരമാണ്. കണ്ണാ, കൂടെ നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടാണ് അകത്തേക്ക് കയറിയത്. നിലവിളക്ക് കൊണ്ടുവച്ചു. മധുരം കഴിച്ചു. ആരൊക്കെയോ വന്ന് പരിചയപ്പെട്ടു പോയി. ഒടുവിൽ കസിൻസ് ആണെന്ന് തോന്നുന്നു. 3-4 പെൺകുട്ടികളെയും കൂട്ടി മുകളിലേക്ക് പോയി. NTRൻ്റെ മുറിയാണ്. എൻ്റെ വീടിൻ്റെ മൊത്തം വലുപ്പമുണ്ട്. ഒന്ന് കുളിച്ചു വന്നപ്പോഴേക്കും റിസപ്ഷൻ തുടങ്ങാറായി. ശ്രീഹരി വേർഡ്സ് നൈവേദ്യ. ആ ബോർഡ് കണ്ടപ്പോഴാണ് കണവൻ്റെ പേര് ശ്രീഹരിയാണെന്നറിയുന്നത്. NTR തന്നെ മതിയായിരുന്നു. റിസപ്ഷനും കഴിഞ്ഞ് അമ്മ തന്ന പാല് കൊണ്ട് ഞാൻ മുറിയിലേക്ക് പോയി. പറഞ്ഞില്ലല്ലോ, ചന്ദനമഴയിലെ ഊർമിളാദേവിയെ പ്രതീക്ഷിച്ചു പോയ എനിക്ക് കിട്ടിയത് കവിയൂർ പൊന്നമ്മയെ പോലെയുള്ള ഒരമ്മായിമ്മയാണ്. സെറ്റുമുണ്ടും ചന്ദനക്കുറയും ആകെ മൊത്തം ഒരു ശ്രീത്വമാണ്. പേരും അങ്ങനെ തന്നെ, ശ്രീദേവി. അവരുടെ ഒരു മോൻ ആണ് നമ്മുടെ കണവൻ. മുറിയിൽ കയറി പാല് മേശന്മേൽ വെച്ചപ്പോഴേക്കും NTR വന്നു കതകടച്ച് കുറ്റിയിട്ടു. എൻ്റെ കണ്ണാ, ഇങ്ങേർ ശ്രീവാച്ചൻ ആകാനുള്ള പ്ലാൻ ആണോ? പേടിച്ച് പുറകിലിട്ട് പോകാനും കഴിഞ്ഞില്ല. അങ്ങേർ ആരുടെയൊക്കെയോ ഉള്ള വൈരാഗ്യം തീർക്കുന്നത് പോലെ ഓടി വന്നു. പാൽ തട്ടിപ്പറിച്ചു എന്ന പോലെ എടുത്തു. മുഴുവനും കുടിച്ചു. പാൽ ഇത്രയും ഇഷ്ടമാണെങ്കിൽ ഞാനൊരു ഗ്ലാസ് കൂടെ കൊണ്ടുവരാനല്ലോ മനസ്സിലാണ് പറഞ്ഞത്. ഡി എന്തോ? സൂരജിൻ്റെ ശബ്ദത്തിൽ വിളി കേട്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. എനിക്ക് പാലൊട്ടും ഇഷ്ടം. എന്നിട്ടും ഞാനത് മുഴുവൻ കുടിച്ച്. എന്തിനാണെന്നറിയോ? പറഞ്ഞാലല്ലേ അറിയൂ. ഏട്ടാ, ആത്മകഥം ആണ് കേട്ടോ. അതിൽ നിന്നൊരു പങ്ക് നിനക്ക് തരാതെ ഇരിക്കാനാണ്. എൻ്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനവും കാണില്ല. അത് നിനക്ക് മനസ്സിലാക്കി തരാനാണ്. ഓം ബ്രാ, ഈ ഡയലോഗൊക്കെ ദേശാഗ്നിയിൽ അഗ്നിദശയോട് പറഞ്ഞതല്ലേ? എന്നിട്ടെന്തായി? നീ നോക്കിക്കോ മോനെ NTR. 2 മാസം അതിനുള്ളിൽ നിന്നെ അടിച്ചൊതുക്കി ചാക്കിൽ കയറ്റും ഈ അമ്മു. അയ്യോടാ, ഞാൻ അതിന് വല്ല വേണിയുടെയും നായിക ആകണം. ഇതൊരുമാതിരി പാടത്തെ കണ്ണേറ് കോലം പോലെ. മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. ഞാൻ ഇതൊക്കെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് പുള്ളി കനപ്പിച്ചൊന്ന് നോക്കി. എന്നിട്ട് കട്ടിലിൽ കയറി ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂലയിലേക്ക് നിവർന്നു കിടന്നു. ഞാനൊപ്പം കിടക്കാതിരിക്കാനാകണം. ഓഹോ, രൂപം NTRൻ്റെ ആണെങ്കിലും സ്വഭാവം പടിപ്പുര വീട്ടിലെ പത്മാവതി അമ്മയുടെ ആണല്ലോ. അമ്മുവിനോടാ നിന്റെ കളി. ശരിയാക്കി തരാമാടാ എൻ്റെ NTR മോനെ.